5 വർഷം കൊണ്ട് കായ്ക്കുന്ന സങ്കര ഇനം തെങ്ങ് കൂമ്പ് വന്ന് 1 വർഷമായി കായ്ക്കാൻ തുടങ്ങി. എല്ലാ മടലിലും കൂമ്പ് വരുന്നുണ്ട്. ഓരോ കൂമ്പിലും 20 മുതൽ 25 വരെ വെള്ളക്കയായുമുണ്ട്. കൂമ്പ് പൊട്ടി 1 മാസത്തിനുള്ളിൽ 8-10 വെള്ളക്ക ഒഴികെ ബാക്കിയെല്ലാം പൊഴിഞ്ഞു പോകുന്നു. എന്താണ് പരിഹാരം? പന്തളത്തു നിന്ന് രാമചന്ദ്രൻ പിള്ളയുടെ ചോദ്യം. ഉത്തരം: ഒട്ടേറെ കാരണങ്ങളുടെ ആകത്തുകയാണ് കേര കർഷകർക്ക് സ്ഥിരം പ്രശ്നമായ തെങ്ങിന്റെ മച്ചിങ്ങ പൊഴിച്ചിൽ അഥവാ ബട്ടൺ ഷെഡിംഗ്. 1. പൂങ്കുലച്ചാഴി, മണ്ടരി, നീലിമുട്ട തുടങ്ങിയ കീടങ്ങളുടെ ഉപദ്രവം മച്ചിങ്ങ പൊഴിയാൻ കാരണമാകും. ഇവയെ യഥാവിധി നിയന്ത്രണ മാർഗങ്ങൾ വഴി നശിപ്പിക്കുക. 2. തെങ്ങിൻ തടത്തിലെ വെള്ളക്കെട്ടും നീർവാർച്ചയുടെ കുറവുമൊക്കെ മച്ചിങ്ങ പൊഴിയാൻ കാരണമാകാറുണ്ട്. നീർവാർച്ച സൗകര്യം വർദ്ധിപ്പിക്കുകയാണ് ഇതിനുള്ള പോംവഴി. 3. നീണ്ട വരൾച്ച മച്ചിങ്ങ പൊഴിയാൻ ഇടയാക്കും. നവംബർ-ഡിസംബർ മാസം തെങ്ങിന്റെ തടമൊഴിച്ചുള്ള ഭാഗങ്ങൾ കിളച്ച് മണ്ണിളക്കിയിടണം. ഒരു നിര തൊണ്ട് തടത്തിൽ കമിഴ്ത്തി മൂടാം. തെങ്ങിൻ തടത്തിൽ ചകിരിച്ചോറ്, കാലിവളം, ഓലകൾ, മറ്റു ജൈവാവശിഷ്ടങ്ങൾ എന്നിവ കൊണ്ട് പുതയിടുകയും ചെയ്യാം. 4. ചിലയിനം കുമിളുകൾ മച്ചിങ്ങ പൊഴിക്കാറുണ്ട്. മഴ കുറയുന്ന വേനൽക്കാലത്ത് പ്രത്യേകിച്ചും. മഴക്കാലം തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം, കോപ്പർ ഓക്സിക്ലോറൈഡ് തുടങ്ങിയ കുമിൾ നാശിനികൾ തളിച്ച് ഇത് നിയന്ത്രിക്കാം. 5. തെങ്ങിന്റെ ഉൽപാദന ശേഷിയിൽ പൊട്ടാഷ് വളത്തിന് നിർണായക സ്ഥാനമുണ്ട്. കേരള കാർഷിക സർവകലാശാലയുടെ വളപ്രയോഗ ശുപാർശ പ്രകാരം വളപ്രയോഗം നടത്താം. ഈ ശാസ്ത്രീയ വളപ്രയോഗം വഴി ഇത് പരിഹരിക്കാം. കൂടാതെ മണ്ണിലെ പുളിരസം മാറ്റാൻ മെയ് മാസം തടത്തിൽ 1 കിലോ കുമ്മായം ചേർക്കുക. ജൂൺ ജൂലൈയിൽ 5 കിലോ വേപ്പിൻ പിണ്ണാക്ക് ഉൾപ്പെടെ 25 കിലോ ജൈവവളം ചേർക്കുക. വറുതിക്കാലത്ത് ആഴ്ചയിലൊരിക്കൽ തെങ്ങിന് 500 ലിറ്റർ വെള്ളം വീതം കൊടുക്കുക. വർഷത്തിൽ 2 തവണ 1.25 കിലോ യൂറിയ, 2 കിലോ റോക്ക് ഫോസ്ഫേറ്റ്, 2 കിലോ പൊട്ടാഷ് വളം എന്നിവ ചേർക്കുക. ഓഗസ്റ്റ്-സെപ്റ്റംബറിൽ 500 ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റ്, 100 ഗ്രാം ബോറോക്സ് എന്നിവ ചേർക്കുക. കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള വിജ്ഞാനപ്രദമായ കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തൂ. താങ്ക് യു.